ഹലോ എവരിവൺ. നമുക്ക് ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ ആവശ്യമായിട്ടുള്ള പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളിൽ ഡാറ്റ സയൻസിലും മെഷീൻ ലേണിങ്ങിലും വരുന്ന 4 ഏരിയാസിൽ നിന്നാണ് മെയിനായിട്ട് വരുന്നത്: ലീനിയർ ആൾജിബ്ര, കാൽക്കുലസ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ ലീനിയർ ആൾജിബ്രയുടെയും കാൽക്കുലസിൻ്റെയും കീ ആയിട്ടുള്ള കുറേ കൺസെപ്റ്റുകൾ ഞാൻ വേറെ പ്ലേലിസ്റ്റുകളിൽ അത് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഏറെക്കുറെ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റിയുടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അല്ലെങ്കിൽ ആശയങ്ങൾ, കൺസെപ്റ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെ പ്രോബബിലിറ്റി ഫോർ ഡാറ്റ സയൻസ് എന്നോ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നൊക്കെ വിളിക്കാം. അപ്പം ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പം നമ്മൾ എന്തിനാണ് പ്രോബബിലിറ്റി നമ്മൾ ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ യൂസ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമുക്കറിയാം, നമ്മളൊരിക്കലും ഡിറ്റർമിനിസ്റ്റിക്, അതായത് നമുക്ക് ഔട്ട്കം എന്താവും എന്ന് 100% ഉറപ്പുള്ള കാര്യങ്ങളല്ല പലപ്പോഴും ഡാറ്റ സയൻസിലും മെഷീൻ ലേണിങ്ങിലും ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരാൾ മാസ്ക് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഒരു പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മളത് പറയുന്നത്. ഹൈലി ലൈക്ലി ടു ഹാവ് മാസ്ക്, ഓർ നാളെ മഴ പെയ്യാൻ ഇത്ര % ചാൻസ്, ഇങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഇക്വേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർമുല വെച്ചിട്ടോ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ മെഷീൻ ലേണിങ്ങിലും ഡാറ്റ സയൻസിലും സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൺസർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ഒരു പ്രഡിക്ഷൻ കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പം ക്വാണ്ടിഫൈ ചെയ്യുക, അതായത് അൺസർട്ടനിറ്റിയെ ക്വാണ്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബബിലിറ്റിയുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഫീൽഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് വെച്ചിട്ട് ഒരു നമ്പർ അല്ലെങ്കിൽ വാട്ടെവർ ഒരു ക്വാണ്ടിറ്റി വെച്ച് നമുക്കതിനെ അതിൻ്റെ എത്രത്തോളം അൺസർട്ടൻ ആണ് അല്ലെങ്കിൽ സർട്ടൻ ആണ് ഒരു ഇവൻറ്റ് ടു ഒക്കർ എന്നുള്ളതിനെ നമുക്ക് ഒന്ന് നമ്പേഴ്സ് വെച്ച് അതിനെ ക്വാണ്ടിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കറിയാം, അതായത് നമ്മൾ നാളെ 90% ഓഫ് ചാൻസ് ഓഫ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു സ്കെയിലിൽ, അതായത് 0 to 1 എന്ന് പറയുന്ന സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ 0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി നോ ചാൻസ് അറ്റ് ഓൾ, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കേസും 1 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സംഭവിക്കും എന്നുള്ളത്. അപ്പം ഒരിക്കലും ഇവിടെ 1ഉം 0 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വാല്യൂസാണ്. അതൊരിക്കലും ഒരു എന്താ പറയുക, പ്രോപ്പറായിട്ട് നമുക്കത് കിട്ടാവുന്ന വാല്യൂസ് അല്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0ക്ക് മുകളിലും 1ന് താഴെയായിരിക്കും എപ്പോഴും വാല്യൂസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ചാൻസ് ഓഫ് ഒക്കറിങ് ആണ്. അതുപോലെ തന്നെ 0.95 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് സർട്ടൻ ആണ്. ബട്ട് സ്റ്റിൽ അവിടെ ഒരു ചെറിയ % അല്ലെങ്കിൽ ചെറിയൊരു 5% ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ചാൻസ് ഓഫ് സംഭവിക്കാതിരിക്കാനുള്ള ഒരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു അൺസർട്ടനിറ്റി ഇത് സ്കെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ന്യൂമറിക് റേഞ്ച് വെച്ചിട്ടാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ 2 രീതിയിൽ നമ്മളത് പറയാറുണ്ട്. ഒന്നെങ്കിൽ ഫ്രാക്ഷൻ വെച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ % വെച്ചും പറയാറുണ്ട്. 0.2 എന്ന് പറയുന്ന ഫ്രാക്ഷനിൽ പറയുന്നതിന് ഇക്വലൻ്റ് ആണ് അത് പെർസെൻറ്റേജിൽ 20% എന്ന് പറയുന്നത്. അതുപോലെ 0.95 എന്നതിനെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് മാറ്റിയാൽ 95% ചാൻസ് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ആ ന്യൂമറിക് വെച്ച് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളിൽ കണക്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ ടേംസും ക്വാണ്ടിറ്റീസും നോക്കാം. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുവാണ്, അതായത് ഇപ്പം നിങ്ങളൊരു ഫെയർ ആയിട്ടുള്ളൊരു ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ നമ്മളതിൻ്റെ നൊട്ടേഷനൊക്കെ വരുന്നത് ഈ രീതിയിലാണ്. പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളതിനെ എഴുതാറ്. അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് റെഡിലി ഒരു ആൻസർ ഉണ്ട്. നമ്മളത് പറയുക 0.5 ഫ്രാക്ഷനിൽ പറയും, അല്ലെങ്കിൽ 50% ചാൻസ് എന്ന് പെർസെൻറ്റേജിൽ പറയും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഫെയർ കോയിൻ ആയതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് ടെയിൽ എടുത്തു കഴിഞ്ഞാലും, അതായത് ഇതിൻ്റെ നേരെ കോംപ്ലിമെൻ്റ് ഇവൻറ്റ് അത് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയും 0.5 ആണ്. ഇത് രണ്ടും കൂടെ സം ചെയ്താൽ നമുക്ക് 1 കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് നിങ്ങളൊരു കോയിൻ എടുത്ത് 4 തവണ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് 2 തവണ ഹെഡും 2 തവണ ടെയിലും കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? അപ്പോൾ മോസ്റ്റ്ലി ആളുകൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പറയാറ് അങ്ങനെ 2 തവണ ഹെഡും 2 തവണ ടെയിലും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഒരു തവണ ഹെഡും 3 തവണ ടെയിലും വരാം, അല്ലെങ്കിൽ 3 തവണ ഹെഡും 1 തവണ ടെയിലും വരാം. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിവിടെ 0.5 എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ നമ്പറിലോട്ട് എത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഈ പ്രോബബിലിറ്റിയുടെ നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റ്, അതായത് ഈ പറഞ്ഞ ഹെഡ് ഓർ ടെയിൽ കോയിൻ ടോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 തവണ ചെയ്യാം, 10 തവണ ചെയ്യാം, 100 തവണ ചെയ്യാം, 1000 തവണ ചെയ്യാം, 10,000 തവണ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ മാനുവലി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 100 തവണയൊക്കെ ചെയ്യാനായിരിക്കും എളുപ്പം. ബട്ട് ഇവിടെ n എന്ന് പറയുന്ന വാല്യൂ 4, 10, 100, 1000 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10,000. അപ്പം ഈ ഓരോ തവണയും നിങ്ങൾ എത്ര തവണ ഹെഡ് വന്നു, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എത്ര തവണ ഹെഡ് വന്നു എന്ന് നോക്കിയിട്ട് അത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് 4 തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 തവണ ഹെഡായിരിക്കും കിട്ടുന്നത്. 10 തവണ ചെയ്യുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് 6 തവണ ഹെഡ് കിട്ടുന്നുണ്ടാവും. 100 ടൈംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 42 ടൈംസ് ആയിരിക്കും കിട്ടുന്നത്. ഇത് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം 475 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇവിടെ നോട്ടീസ് ചെയ്യേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ ആ റേഷ്യോ, അതായത് നമ്പർ ഓഫ് ഹെഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്ന ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ആദ്യം വരുന്ന നമ്പേഴ്സ് എല്ലാം ഈ 0.5 നിന്ന് മാറിക്കിടക്കുന്ന, അതായത് ചിലപ്പോൾ 0.7, അതിൻ്റെ ആ ഒരു വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. പക്ഷേ അങ്ങോട്ട് പോകും തോറും ഈ നമ്പർ എന്ന് പറയുന്നത് മോർ ആൻഡ് മോർ ക്ലോസ്, അതായത് നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടുതൽ 0.45 അങ്ങനെ പോയി 0.5 എന്നുള്ള രീതിയിൽ പോകും. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ പാറ്റേൺ നമുക്ക് ക്ലിയർ ആവും. നമ്മൾ എക്സ് ആക്സിസിൽ നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസും വൈ ആക്സിസിൽ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഇൻ ടേംസ് ഓഫ് ഫ്രാക്ഷൻ വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച്, അതായത് 5, 10, 100, 1000, 10,000 ഇങ്ങനെ പോകുന്നതനുസരിച്ച് ആദ്യമൊക്കെ ഇത് 0.5 ഇവിടെയാണെന്ന് വിചാരിച്ചു. ചിലപ്പം ആദ്യമൊക്കെ ഇതിങ്ങനെ വേരി ചെയ്ത് വന്ന് അവസാനം അതായത് കൂടുതൽ നമ്പർ ഓഫ് ട്രയൽസ് കൂടുന്തോറും ഇത് കൂടുതലും 0.5 ഇതാവും, അതായത് കൺവേർജ് ആവുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ്, അതായത് നമ്മളിവിടെ ആസ് ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ട്, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു കാര്യം പറയും. അതായത് നമ്പർ ഓഫ് ട്രയൽസിൻ്റെ എണ്ണം ഇൻഫിനിറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന 0.5 എന്ന് പറയുന്ന വാല്യൂയിലോട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്ന 0.5 എന്ന് പറയുമ്പം നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നമ്പർ ഓഫ് ട്രയൽസിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് ഇത് മോർ ആൻഡ് മോർ ക്ലോസ് ടു ഈ വാല്യൂയിലോട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനൻ എന്നിനെയാണ് നമ്മൾ പ്രോബബിലിറ്റിയിൽ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ വരുന്ന പ്രോബബിലിറ്റിയിൽ വരുന്ന ഫസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഷുഡ് ബി ഡീലിംഗ് വിത്ത് അൺസർട്ടനിറ്റിയാണ്. നമ്മൾ ഈ പറഞ്ഞ കൈൻഡ് ഓഫ് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻറ്റിസ്റ്റ് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയാണ്. ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, LN എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുന്നത്. The law of large numbers states that the more experiments we run, the closer we get to the expected probability. അപ്പോൾ എക്സ്പെക്റ്റഡ് പ്രോബബിലിറ്റി വാല്യൂ ആയിട്ട് നമ്മൾ പറയുന്ന വാല്യൂയിലോട്ട് നമ്മൾ എത്തുന്നത് നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ്. അത് ഇൻഫിനിറ്റിയിലോട്ട് എത്രത്തോളം അടുക്കുന്നോ അത്രയും ഇത് കൂടുതൽ ഈ എക്സ്പെക്റ്റഡ് പ്രോബബിലിറ്റിയുടെ അടുത്തോട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്പർ ഓഫ് ട്രയൽസ്, നമ്പർ ഓഫ് സാമ്പിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോബബിലിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അത് വെച്ച് നമ്മളുള്ള എസ്റ്റിമേറ്റ്സ്, അതായത് അൺസർട്ടനിറ്റിയെ ക്വാണ്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ n എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത്. അത് കൂടുന്നതനുസരിച്ച് നമ്മുടെ എസ്റ്റിമേറ്റിൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്യുറസി, അതിൻ്റെ കൃത്യത എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. അതെപ്പോഴും നമുക്ക് മനസ്സിൽ ഉണ്ടാവണം.
ഓക്കെ. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. LLN എന്ന് പറയുന്ന ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. ഓൾസോ അതുപോലെ അൺസർട്ടനിറ്റിയെ ക്വാണ്ടിഫൈ ചെയ്യാൻ, ഒരു ന്യൂമറിക് വാല്യൂ വെച്ച് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്. അത് ഇൻ ടേംസ് ഓഫ് ഫ്രാക്ഷൻസിലാണ് സാധാരണ പറയാറ്. 0ക്കും 1നും ഇടയിലാണ്. 0 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കേസ് എന്ന് പറയുന്നത്. 1 എന്ന് പറഞ്ഞാൽ കൺഫേം ആയിട്ട് നടക്കുമെന്ന് പറയുന്ന കേസ്. പക്ഷേ ഇത് രണ്ടും വളരെ എക്സെപ്ഷണൽ വാല്യൂസാണ്. ഇതൊരിക്കലും ഒരു പ്രാക്ടിക്കൽ യൂസ് കേസിൽ നമ്മൾ എടുക്കില്ല. നമുക്ക് അതിന് മുകളിലും 0ക്ക് മുകളിലും 1ന് താഴെയുമുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ റേഞ്ച് സൂചിപ്പിക്കുന്നത് ഹൗ ലൈക്ലി എ സർട്ടൻ ഇവൻറ്റ് ഈസ് ടു ഒക്കർ എന്നുള്ള രീതിയിലാണ്. ഈ 3 കാര്യങ്ങൾ, ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, അതുപോലെ അൺസർട്ടനിറ്റിയെ ക്വാണ്ടിഫൈ ചെയ്യാനാണ് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നതെന്നും, അതുപോലെ ഇതിൻ്റെ റേഞ്ച്, ഈ ഫ്രാക്ഷണൽ വാല്യൂയുടെ റേഞ്ച് എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു, അതിൽ ഓരോ വാല്യൂം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ.